ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണതേ സാധാ പച്ചരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി പിന്നെ മുത്താറിപ്പൊടി ഉണ്ടല്ലോ, അതും കൂട്ടിയാണ്ടാണ് കേട്ടോ അപ്പം ചുടുന്നത്. മുത്താറിപ്പൊടി വെച്ചാൽ റാഗിപ്പൊടി കൊണ്ട് ഒറ്റയ്ക്ക് അപ്പം ചുട്ടാൽ കുട്ടികൾക്ക് അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ വേണ്ട പറയും. അപ്പോൾ കുറച്ച് അരിപ്പൊടിൻ്റെ കൂട്ടത്തിലാവുമ്പോൾ അങ്ങനെ ഓരോ വയറ്റിലായിക്കോളും. അങ്ങനെ അപ്പൊക്കെ ചുട്ടിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ള കൂട്ടാനൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാടമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. മുട്ട പുഴുങ്ങുമ്പോഴേ കുക്കറിലാവുമ്പോൾ ഒറ്റൊന്നും പൊട്ടാതെ നല്ല വൃത്തിയിൽ അങ്ങനെ അത് തണുത്ത വെള്ളത്തിൽ ഇട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാനൊരു കടായി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിക്ക് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാൻ, കാരണം പെട്ടെന്ന് ആ പൊടികൾ കരിയും. എന്നിട്ട് അതിക്ക് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചാൽ കാടമുട്ട ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ ആ ഒരു മസാലയ്ക്ക്. ഞാൻ മുട്ട പുഴുങ്ങിയപ്പം ഉപ്പ് ചേർത്തിനി, അപ്പോൾ അതുകൊണ്ട് ഞാൻ മസാലയ്ക്ക് ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ അതായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കൂട്ടാനും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മളെ കടായി നല്ല ചൂടുള്ളത് പെട്ടെന്ന് തന്നെ എണ്ണ ചൂടായിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്ത് ഇനി സവാള അരിഞ്ഞതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂൾക്ക് പോയിന കാലത്ത്, ഞാൻ സ്കൂൾക്ക് പോയിന കാലത്ത് എൻ്റെ ചോറ്റുപാത്രത്തിൽ അധികം ഈ ഒരു കൂട്ടാൻ തന്നെയാണ് കേട്ടോ ഉണ്ടാവല്. ഈ ഉള്ളി വാട്ടിയതും ഒരു മുട്ട പൊരിച്ചതും അതല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തി അങ്ങനെയുള്ള കൂട്ടാനൊക്കെയാണ് കേട്ടോ എനിക്ക് അധികം ചുറ്റുപാത്രത്തിൽ എൻ്റെ അമ്മാക്കി തന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഗ്രീൻ പീസും ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. അധികം ഈ ഉള്ളി കൂട്ടാൻ തന്നെ ആവും. അപ്പോൾ ഇന്ന് മക്കൾക്കും ഇതാണ് കേട്ടോ കൂട്ടാൻ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതിക്കാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ട് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരം. പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്തേനി. അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേനി. ഇനി ഈ സവാളൊക്കെ ഇങ്ങോട്ട് വഴന്ന് വന്നതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ കാടമുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിക്കണമല്ലോ. പിന്നെ ഈ മുട്ട ചേർത്തിട്ടില്ല, ഞാൻ തേങ്ങ കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മളെ ലഞ്ച് ബോക്സൊക്കെയുള്ള റെസിപ്പി റെഡിയായി. പിന്നെ ചോറ് കുറച്ച് നേരത്തെ തന്നെ ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ടായിന്. അപ്പോൾ ചോറൊക്കെ വെന്തിട്ടുണ്ടായിന്. അപ്പോൾ കുട്ടികളെ പാത്രത്തിൽ ചോറൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള ചോറും പിന്നെ അതിക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ ഉള്ളി വാട്ടിയതും പിന്നെ കാടമുട്ട ഫ്രൈ ചെയ്തതും. അപ്പോൾ അതാണ് ഇന്നത്തെ ലഞ്ച് ബോക്സ് റെസിപ്പി. പിന്നെ ഞാനിങ്ങനെ ലഞ്ച് ബോക്സ് റെസിപ്പി ഒക്കെ കാണിക്കുമ്പോൾ അപ്പോൾ കറി ഇല്ലേ എന്നൊക്കെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട്. കറി എൻ്റെ കുട്ടികൾക്ക് പറ്റൂല എന്നല്ല, വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ കറി പറ്റും. സ്കൂൾക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ ഞാൻ കറിയാക്കി കൊടുത്താലും ഒരു കൊണ്ടുപോകില്ല. അപ്പോൾ പിന്നെ ഞാൻ കൊടുക്കലും ഇല്ല. അതേപോലെ അച്ചാർ അങ്ങനത്തെ ഒന്നും ഓർക്ക് ഇഷ്ടമല്ല കേട്ടോ. അച്ചാർ വെറുതെ കഴിക്കുകയൊക്കെ ചെയ്യും മഞ്ജുമോളൊക്കെ, അല്ലാതെ ചോറിന് അച്ചാർ കൂട്ടൂല. അപ്പോൾ പിന്നെ അതാണ് അച്ചാറൊന്നും ഇട്ട് കൊടുക്കാത്തത്. അച്ചാറൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ ഹോം ഷോപ്പിലത്തെ പ്രൊഡക്റ്റുകൾ തന്നെ നമ്മളെ കയ്യിലുണ്ട്. പലവിധ അച്ചാറും ഉണ്ട് കേട്ടോ. മാങ്ങച്ചാർ, നാരങ്ങച്ചാർ, പച്ചമുളക് അച്ചാർ, പിന്നെന്താ പപ്പായ അച്ചാർ, ചേനച്ചാർ, കുറേ അച്ചാറുകളുണ്ട് നമ്മളെ കയ്യിൽ. അല്ലെങ്കിലും ഉണ്ടാവുമ്പോൾ അങ്ങനെയാണല്ലോ, ഉണ്ടാവുമ്പോൾ പറ്റൂല, അല്ലെങ്കിൽ പിന്നെ അതിനൊക്കെ കോളയിക്കാരവർക്ക്. അപ്പോൾ എന്തായാലും ചോറൊക്കെ ഞാൻ പാത്രത്തിലാക്കി കൊടുത്തു. അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളമൊക്കെ അവരെന്നെ അവരെ ബോട്ടിലാക്കി ഒക്കെ ബാഗിൽ കൊണ്ടുപോയി വെക്കും. ഞാൻ ഈ ചോറ് മാത്രം പാത്രത്തിലാക്കി കൊടുത്താൽ മതി. ഇപ്പം ഞാൻ കുറച്ച് തിരക്കിലായപ്പോഴേ ഒരു കുറേ നല്ല ശീലങ്ങളൊക്കെ പഠിച്ചേക്കണം കേട്ടോ. അവനെൻ്റെ കാര്യമൊക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ കുറേ കഴിയുമ്പോൾ വെച്ച് കൊടുക്കും. കുറേ കാലം കഴിയുമ്പോഴേ നമ്മളെ മക്കളൊക്കെ പിന്നെ വലിയ കുട്ടികളായി. ഇപ്പോൾ ചിഞ്ചുമോൾ തന്നെ ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കാനും ഒക്കെ പോയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇനി. മറ്റേത് നമ്മൾ ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുത്തയക്കണത് വേറെ അല്ലേ. ഞാനിപ്പോൾ ഈ വെള്ളത്തിലിട്ട് വെച്ചതേ ഇത് കർക്കിടക കഞ്ഞിയാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുന്നേ കാണിച്ചു കഴിഞ്ഞല്ലോ. നമ്മുടെ കയ്യിൽ കർക്കിടക കഞ്ഞി കിറ്റുണ്ട്. അപ്പോൾ അത് ഒരാൾ 14 ദിവസം കഴിക്കണം എന്നാണ്, അതിന് കുറേശ്ശെ എടുത്തിട്ട്. അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ട് വെച്ചതാണ്. രാവിലെ ആണ് നമ്മളത് ശരിക്കും കഴിക്കേണ്ടത്. രാവിലെ എനിക്ക് പറ്റിയിട്ടില്ലേനി കേട്ടോ. രാവിലെ നല്ല തിരക്കല്ലേ, ഒരു 7-7:15 ആകുമ്പോഴത്തേന് ഫുഡും ഒക്കെ റെഡിയാക്കണം. പിന്നെ എനിക്കൊന്നൊരു വൈക്ക് പോവാണ്ടേനി. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ അപ്പം കഞ്ഞിയൊന്നും കുടിക്കാൻ പറ്റിയില്ല. പിന്നെ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന നേരം വൈകുന്നേരം ഉണ്ടല്ലോ, ആ നേരത്താണ് പിന്നെ കിച്ചണിക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇനി വൈകുന്നേരം ആക്കുന്നത്തെ കഞ്ഞിന്ന് വിചാരിച്ച് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതിൽ കുറേ പയറുവർഗ്ഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ വേവും, ഒന്ന് കുതിർന്ന് വരുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതേനി. അപ്പം ഇന്ന് റിച്ചുമോ സ്കൂൾക്ക് പോയിട്ടില്ല. ഓനക്ക് കാലുവേദനയാണ്. കാലിങ്ങനെ പടം മറിഞ്ഞിക്കണ് പന്തളിച്ചാൽ പോയാണ്ട്.
അപ്പോൾ അത് ചെറുതായിട്ടൊരു വീക്കം ഉണ്ട് അവിടെ. അപ്പോൾ ഒന്നും ഓൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഓനും കിച്ചണിക്ക് ഇറങ്ങി പോകുന്നതാണ്. എന്നോട് കുറേ നേരമായിട്ട് പറയൽ തുടങ്ങിയിട്ട് ഉമ്മച്ചി എന്തെങ്കിലും ചായക്ക് കടി ഉണ്ടാക്കുമെന്ന്. ഓൻ വീട്ടിലുണ്ടായ അങ്ങനെ കേട്ടോ, ഒരു 3:30 ആകുമ്പോഴത്തേന് ചായ വേണം. ചായ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ എന്തെങ്കിലും കടി വേണേക്ക്, അല്ലെങ്കിൽ ചോദിക്കും എന്തെങ്കിലും തിന്നാണ്ടോ. നമ്മൾ തിന്നാൻ കൊടുക്കാത്ത പോലെയാണ്. എന്തെങ്കിലും തിന്നാണ്ടോ ചോദിക്കണത്, എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓൻ ഇങ്ങനെ കുറിച്ചുകൊണ്ട് നിൽക്കണം ഇത് നേരം. അപ്പോൾ ഞാനും തന്നെ ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ ബ്രെഡ് ഉണ്ടായിന് ഇവിടെ. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് ഒരു പൊക്കവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇതാകുമ്പോൾ എളുപ്പമാണ്. അപ്പോൾ ഞാനൊരു 4-5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതാ ഒരു ബൗൾക്ക് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ട് ഇതേപോലെ പിച്ചിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിക്ക് ഞാൻ ചെറിയൊരു സവാള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അതിക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ളു ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് 2 സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയില്ലേ, അരിപ്പൊടി ഇതാ 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അരിപ്പൊടി ഇല്ലെങ്കിൽ കടലമാവ് ഉണ്ടെങ്കിൽ കടലമാവ് ചേർത്താലും മതി. പിന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും ചേർത്തിട്ടുണ്ട്. ഇനി ഇതാ കൈ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ബ്രെഡല്ല എടുത്തിട്ടുള്ളത്, ബ്രെഡിലുണ്ടാവും ഉപ്പ്. അപ്പോൾ ഉപ്പ് കയറിപ്പോവും. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് ഇതാ കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡൊക്കെ ഇപ്പോൾ നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കളറ് ഇല്ല കേട്ടോ, കളറ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഒന്നും കൂടെ അതേപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ, ഒരു 2 സ്പൂൺ വെള്ളം മതി. ആദ്യം ഞാനൊരു സ്പൂൺ വെള്ളം ചേർത്തിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തു. അപ്പം കുറച്ച് കുറവാണ് വെള്ളം. അപ്പോൾ ഒരു സ്പൂണും കൂടെ ചേർത്ത് കൈ കൊണ്ട് വീണ്ടും നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചപ്പാത്തി മാവൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു രൂപത്തിലാണ് കേട്ടോ ഞാൻ ആക്കിയെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ നുള്ളിയിട്ട് കൊടുക്കാൻ കണ്ടുള്ള ആ ഒരു പാകത്തിനുള്ള അയവിലാണ് കേട്ടോ അത് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതേപോലെ കേട്ടോ. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. നമ്മൾ കഞ്ഞി ഉണ്ടല്ലോ, കർക്കിടക കഞ്ഞി, എല്ലാവരും രാവിലെയാണ് കുടിക്കാൻ. എൻ്റെത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ തന്നെ നല്ലോണം കഴുകിയിട്ട് വേണം വെള്ളത്തിലിട്ട് വെക്കാൻ. എന്നിട്ട് പിന്നെ ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ആ വെള്ളം കളയരുത് കേട്ടോ. കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സത്തൊക്കെ പോവും. നമ്മളിത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതിൽ ഒരുപാട് ധാന്യങ്ങളൊന്നും ഉണ്ടാവില്ല, കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലാവുമ്പോൾ ഒരുപാട് ധാന്യങ്ങളുണ്ട് കേട്ടോ. അത് കർക്കിടക കഞ്ഞിക്കിറ്റിൽ നിന്ന് എടുത്തതാണ് നമ്മൾ ഹോം ഷോപ്പിലത്തെ ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അപ്പോൾ അത് ഞാൻ അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതുകൊണ്ട് എളുപ്പമാവും. ഒരു 4-5 വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ അത് വിസിലൊക്കെ അടിച്ച് ഓഫ് ചെയ്തൊക്കെ വെച്ചു. പിന്നെ അതാ നമ്മളെ സ്നാക്സൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ റിച്ചുമോ ഉണ്ട് ഇവിടെ, വെച്ച് വേഗം കടി ഉണ്ടാക്കി പറഞ്ഞാണ്ട് നിൽക്കണം. അപ്പോൾ ഞാൻ വേഗം ഇതാണ്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് ചായ കൊടുക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ ഇതാ ചട്ടിക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ വല്ലാതെ യൂസ് ചെയ്യൂലല്ലേ, വെളിച്ചെണ്ണക്കാണെങ്കിൽ ഭയങ്കര റേറ്റാണ്, ഞാൻ എന്നും പറയലുണ്ട്. അപ്പോൾ ഞാൻ ഓയിലാട്ടോ ഒഴിച്ചത്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഇങ്ങനെ കൈ കൊണ്ട് നുള്ളിട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇതേപോലെ ബോൾസാക്കി ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. എന്തെങ്കിലുമൊക്കെ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ആക്കി എടുക്കാം കേട്ടോ. എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ബ്രെഡല്ലേ, അപ്പം കുറേ സമയത്ത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ചൂടുള്ള എണ്ണയിലിട്ട് തിരിച്ചു മറിച്ചുവിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ തന്നെ എളുപ്പം ആയിക്കിട്ടും. അപ്പോൾ ഞാനിതാ ഒക്കെ ഇതിക്ക് ഇതേപോലെ കൈ കൊണ്ട് നുള്ളിയിട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ വേഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇട്ടതൊക്കെ വേഗം കളറ് മാറും. അപ്പോൾ ഇതാ ആയിട്ടുണ്ട് കേട്ടോ. 4 മണിക്ക് എന്തെങ്കിലുമൊക്കെ ചായക്ക് കടി എപ്പോഴേലൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ നല്ലത് തന്നെ. പക്ഷേ എന്നും ഈ ഓയിലിൽ ഉണ്ടാക്കണത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പിന്നെ ഹെൽത്ത് പ്രോബ്ലം വരൂലേ. ഇപ്പോൾ ഓയിൽ കഴിയണത് നമ്മൾ ഒഴിവാക്കണം. എന്നാലും എപ്പോഴേലൊക്കെ കുട്ടികളിങ്ങനെ ചായക്ക് കടി ഉണ്ടാക്കി തരുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ചെയ്യും. ഇങ്ങനത്തേതാകുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടേക്കാറ്. ഈ ഹെൽത്തി ഫുഡിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. ആവിയിൽ വേവിച്ച പലഹാരങ്ങളൊക്കെ അതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. എണ്ണയിൽ എന്ത് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട, എപ്പോഴേലൊക്കെ ഉണ്ടാക്കി കൊടുക്കും ചെയ്യാല്ലേ. അപ്പോൾ ഇതാ നമ്മളെ ബ്രെഡ് കൊണ്ടുള്ള പൊക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടുള്ള എണ്ണ തന്നെ ആവണം കേട്ടോ. തീ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ എണ്ണ കുടിക്കും ബ്രെഡ് ആയതുകൊണ്ട്. അപ്പോൾ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. അപ്പോൾ ഞാനിതൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്, ചായയും തിളച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതാ ചായയൊക്കെ തിളച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് ചായ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ പാൽ ചായയൊക്കെ കുടിക്കുമ്പോഴേ ഇങ്ങനെ നല്ല പതഞ്ഞ ചായ കുടിക്കൂലേ, അപ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലേ. ഇവിടെ ചിഞ്ചുമോള് ചായ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കേട്ടോ, നല്ല പതപ്പിച്ചെടുക്കും, എന്നിട്ടാണ് ഗ്ലാസ്സിക്ക് ചായ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്ന് ഞാനും അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. ചായയൊക്കെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് ഇനി ഇതൊന്ന് അരിച്ചിട്ട് നമുക്കും അതേപോലെ ഒന്ന് നല്ലോണം പതപ്പിച്ചെടുക്കുക. എന്താ കടയിൽ കാട്ടണ പോലെ നമുക്ക് വെക്കൂല കേട്ടോ, ഇങ്ങനെ നല്ല ഉയർത്തി പിടിച്ച് പാരൂല ചായ, അപ്പം നല്ലോണം പതഞ്ഞ് വരും ചെയ്യും. നമ്മൾ അത്രയ്ക്ക് ഉയർത്തി പിടിച്ചിട്ട് പിന്നെ അങ്ങനെ പാരുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റെതൊക്കെ ചിലപ്പോൾ താഴേക്ക് പോവില്ലേ, കാരണം ചായ പിന്നെ കുടിക്കാൻ കിട്ടലുണ്ടാവില്ല. ഏതായാലും ഞാനും അതേപോലെ ഒന്ന് പതപ്പിച്ചെടുക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടിട്ട് ചായപാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അതേപോലെ ഒന്ന് പതപ്പിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചെറുതായി ഒക്കെ പതഞ്ഞ് വന്നിട്ടുണ്ട്. കടയിൽ നമ്മൾ വാങ്ങണ ചായൻ്റെ പതയിലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആയി. അപ്പം ഇനി വൈകുന്നേരത്തിന് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. കുറച്ച് ചോറുണ്ട്, പിന്നെ രാവിലെ ഇപ്പം ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ ഉടായ്പിലെ കുക്കിംഗ് ആണെന്നൊക്കെ. കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, പിന്നെ അത് കഴിഞ്ഞാൽ ഉച്ചക്കൊക്കെ പിന്നെ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കലില്ല കേട്ടോ. എനിക്കും അതൊക്കെ തന്നെ കൂട്ടിയിട്ടാണ് ഞാനും ഫുഡ് കഴിക്കൽ. പിന്നെ വൈകുന്നേരമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എനിക്ക് പിന്നെ നമ്മളെ കർക്കിടക കഞ്ഞി ഉണ്ടല്ലോ കഴിക്കാൻ, ഞാനതാണ് കേട്ടോ 4 മണിക്ക് കുടിക്കണത്, മരുന്ന് കഞ്ഞി. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് മരുന്നൊക്കെ കൂട്ടിയിട്ട് കുടിക്കാൻ അങ്ങോട്ട് കഴിയൂല കേട്ടോ. എന്താ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചിരകിയിട്ടേക്ക്, ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്ന ശർക്കര ഇട്ടിനത്, ശർക്കരയും തേങ്ങാപ്പാലും ഒഴിച്ചാണ്ട് ഇങ്ങനെ പായസം രൂപത്തിലാക്കിയിട്ട് അങ്ങനെയാണ് കഴിച്ചിരുന്നത്. ഇപ്പം ഞാൻ അങ്ങനെ കേട്ടോ കഴിക്കൽ. ഇതേപോലെ ഇതാണ് വേവിക്കും, ഇതൊക്കെ പയറുവർഗ്ഗങ്ങളല്ലേ, കുക്കറിലിട്ട് അങ്ങനെ വേവിച്ചിട്ട് കുറച്ച് തേങ്ങയും ചിരകിയിടും, പിന്നെ ഉപ്പ് ഇട്ടാണ്ട് ഇതിത്തെ മരുന്നും ഉണ്ട് ഇടാൻ. ഞാൻ മരുന്നും ഇട്ടിട്ട് പിന്നെ അങ്ങനെ കഴിക്കും. എന്തെങ്കിലുമൊക്കെ കൂട്ടാനും കൂട്ടിയാണ്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി കിട്ടൂല. അപ്പോൾ ഇത് വിശപ്പ് മാറ്റാനല്ല നമ്മൾ കുടിക്കുന്നത്, ഇത് നമുക്ക് എന്താ ഹെൽത്തിന് നല്ലതാണ്. പിന്നെ ഇങ്ങനെ കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ ശരീരം ഇളമിച്ച് നിൽക്കുമല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതേപോലെ മരുന്ന് കഞ്ഞിയൊക്കെ കുടിക്കുകയാണെങ്കിൽ നമ്മളെ ശരീരം സ്വീകരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ശരീരവേദന, ഉരവേദനയും കാലുവേദനയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മരുന്നും ഈ ഒരു കർക്കിടക കഞ്ഞിക്കിറ്റിയിൽ ഉണ്ടായിന് കേട്ടോ. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിനി, അതൊക്കെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതാ 1 സ്പൂണ് മരുന്നും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ കഞ്ഞിക്കിറ്റിലൊക്കെ ചിലപ്പോൾ ഈ ഒരു മരുന്ന് കുത്തിയിട്ട് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിന് അത്ര കുത്തലില്ല കേട്ടോ. മരുന്ന് എല്ലാ മരുന്നും ഒരേപോലെ തന്നെ ആവും, എന്നാലും ഇതിൽ ഏലക്കായ, കറാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കണോണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഇനി വേണമെങ്കിൽ നെയ്യിൽ ചെറിയ ഉള്ളിയിൽ ഇട്ടുകൊണ്ട് തൂമിക്കൊക്കെ ചെയ്യാം കേട്ടോ, തൂമിച്ചിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണില്ല, ഇത് പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ കുടിക്കുക ചെയ്യണത്. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിക്കാൻ പാത്രത്തിലേക്ക് ആക്കി വെച്ചാൽ ഒന്ന് ചൂടാറട്ടെ, ചെറിയ ചൂടോട് കൂടിയിട്ട് കുടിക്കണം, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ പൊയ്ക്കോളും. പിന്നെന്താ, ഇന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ വൈകുന്നേരത്തിന്. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിനി, അത് ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുത്തിനി കഴുകിയാണ്ട്. പിന്നെ അതിക്ക് സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിക്കണം, കറിവേപ്പിൻ്റെ ഇലയും ഉപ്പും ഒക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ ഇതും എളുപ്പപ്പണിയാണ്. ഉള്ളിയൊക്കെ വാട്ടിക്കണമെങ്കിൽ കുറേ ടൈം കുടിച്ചും. ഇങ്ങനെ ആയാലും ചിക്കൻ കറി ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ചുള്ള കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബോൾസൊക്കെ ആക്കിയെടുത്ത് അതൊന്ന് പരത്തിയെടുക്കണം. പിന്നെ നിങ്ങൾ ഈ പത്തിരി ഷീറ്റ് എവിടുന്നാണ് വാങ്ങിയത് എന്ന് കമൻറ്റ് ബോക്സിൽ അങ്ങനെ കാണാം കേട്ടോ. പത്തിരി ഷീറ്റ് ഞാൻ വാങ്ങിയത് പിന്നെ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതേനും. ഇപ്പോൾ എന്താണെന്നറിയില്ല, ആ ലിങ്ക് ഓപ്പൺ ആവണില്ല. അപ്പോൾ ഇതാ ചപ്പാത്തിക്കുള്ള ബോൾസൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പ്രസ്സിലിട്ടിട്ട് ഒന്ന് ഇങ്ങോട്ട് പരത്തിയെടുക്കും, എന്നിട്ട് പൊടിയിട്ടിട്ട് അങ്ങനെ പരത്തിയെടുക്കല കേട്ടോ. ചിലപ്പോൾ നല്ല ഷേപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ പരത്തുമ്പോൾ, ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഷേപ്പിലൊക്കെ കിട്ടും, നല്ല വട്ടത്തിലൊക്കെ ആയിട്ട് ഷേപ്പൊക്കെ കിട്ടും. അപ്പോൾ ഷേപ്പ് കിട്ടാത്ത ടൈമിൽ ഞാൻ എന്താ പറയുക കാട്ടൽ, ഇതേപോലെ പൊടിയൊക്കെ ഇട്ടുകൊണ്ട് ചപ്പാത്തി പരത്തിയെടുക്കും. എന്നിട്ട് വട്ടമുള്ള പാത്രം ഉണ്ടല്ലോ, എനിക്കൊരു വട്ടമുള്ള വട്ടപാത്രം ഉണ്ട് കേട്ടോ, അപ്പോൾ അത് വെച്ചിട്ട് ഇത് അതേപോലെ ഞാനത് കട്ട് ചെയ്തെടുക്കും. ഇനി ആ മാവ് ഞാൻ വേസ്റ്റ് ആക്കുമൊന്നുമില്ല കേട്ടോ. ലാസ്റ്റ് ഇതേപോലെ എല്ലാം ഇതേപോലെ കാട്ടുമല്ലോ, അപ്പം ഒരു ചപ്പാത്തിക്കൊക്കെ ഉള്ള ബോൾസ് അതിന് കിട്ടും കേട്ടോ. കുറച്ച് മാവുള്ളൂ ഓരോന്നും കിട്ടുക, എന്നാലും അത് ഞാൻ കളയൂല, അതങ്ങനെ വെക്കും. എന്നിട്ട് ലാസ്റ്റ് അതുകൊണ്ട് ഒരു ചപ്പാത്തി ഉണ്ടാക്കും. അപ്പോൾ കണ്ടോ, നല്ല ഷേപ്പിൽ കിട്ടിയില്ലേ, നല്ല വൃത്തിയില്ലേ കാണാൻ.
അപ്പോൾ ഇതൊക്കെ ടൈം ഉണ്ടാകുമ്പോൾ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഏത് ഷേപ്പിലാണോ, ത്രികോണത്തിലാണെങ്കിൽ ത്രികോണത്തിൽ, വട്ടത്തിലാണെങ്കിൽ വട്ടത്തിൽ, അപ്പോൾ ഏത് ഷേപ്പിലാണ് നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ ഉണ്ടാക്കി തിന്നും. ഇപ്പോൾ ടൈമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാട്ടിയതാണ്. പിന്നെ അല്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കുറച്ച് വൃത്തിക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നൂലേ. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഞാൻ അതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചുട്ടെടുക്കും വേണം. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ ചപ്പാത്തി വാങ്ങുമ്പോൾ കിട്ടണം അതേപോലെ കിട്ടിയിട്ടില്ല. ഇപ്പം നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ചപ്പാത്തി മാവ് ഉണ്ടാക്കണതൊക്കെ ഞാൻ അതിൻ്റെ മുന്നേ കുറേ വീഡിയോയിൽ കാണിച്ചിരിക്കണം, അതുകൊണ്ട് മാവ് ഉണ്ടാക്കണത് കാണിക്കാഞ്ഞത്. അപ്പോൾ അതാ ചപ്പാത്തി നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ചട്ടിയൊക്കെ ചൂടായി ആയി ഇട്ട് കൊടുത്തു. നമ്മളിങ്ങനെ ഒരു വട്ടം ചപ്പാത്തി ആയി ഇട്ട് കൊടുത്തു, പിന്നെ തിരിച്ചിട്ട് കൊടുത്തു. മൂന്നാമത്തെ തിരിച്ചിടലിൽ ഇതേപോലെ ബോൾസ് ആയിട്ട് വരണം. അങ്ങനത്തെ ചപ്പാത്തി ഇനിയിപ്പോൾ ബാക്കി ഉണ്ടെങ്കിലും നാളേക്ക് എടുക്കുകയാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിക്കാരം, അങ്ങനെ ബലം വെക്കുകയൊന്നും ചെയ്യൂല. അങ്ങനെ പൊള്ളച്ച് വരണം കേട്ടോ, അല്ലെങ്കിൽ നല്ല ഹാർഡാവും. പിറ്റേ ദിവസമൊക്കെ ബാക്കി ഉണ്ടെങ്കിലൊക്കെ നല്ല ബലം വെച്ചിട്ടേക്കാരം. ഇതിന് അങ്ങനത്തെ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ അന്ന് ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ രാവിലെ ബാക്കി ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും ആയല്ലോ എന്ന് വിചാരിച്ചിട്ട്. ചിലപ്പോൾ നല്ല മൂഡിലേക്കാരം കേട്ടോ. ചപ്പാത്തിയൊക്കെ എത്ര പരത്തിയാലും മതിയാവില്ല. അങ്ങനെയാണ്. എനിക്ക് അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ടൈമില്ലെങ്കിലാണ് ഇനിയിപ്പോൾ അത് ഉണ്ടാക്കണമല്ലോ അങ്ങനെ വിചാരിക്കും ചിലപ്പം. ഇന്ന് നല്ല മൂഡിലാട്ടോ, അതുകൊണ്ടാണ് ചപ്പാത്തിയൊക്കെ ഇതേപോലെ ഷേപ്പൊക്കെ ആക്കി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഏത് ആകൃതിയിലാണെങ്കിലും അങ്ങനെയാണ് കഴിക്കുക. പിന്നെ ചിക്കൻ കറിയും കൂടെ ഉണ്ടാകുമ്പോൾ കുട്ടികൾ കുറച്ച് കഴിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ ചിക്കൻ കറി ആയിട്ടുണ്ട്. കുക്കറൊക്കെ വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്തിനി. അപ്പോൾ ചിക്കനൊക്കെ ഇതിൽ കുറച്ചുള്ളൂ കേട്ടോ. എന്നാലും ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ, ചപ്പാത്തിയും ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്താൽ മതിനെ, ഒന്നും ഞാൻ ചെയ്തതുമില്ല. അപ്പോൾ എന്തായാലും കറി അവിടെ ആയിട്ടുണ്ട്. ഇനി അതിക്ക് തേങ്ങ വറുക്കണുണ്ട് ഇവിടെ അടുപ്പത്ത്. ഇപ്പുറത്തെ അടുപ്പിൽ ചപ്പാത്തി ചുടുന്നുണ്ട്. അങ്ങനെ നല്ല തിരക്കിലാട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ചപ്പാത്തിയാണിത്. അപ്പോൾ നമ്മളെല്ലാ ചപ്പാത്തി ഇതേപോലെ നല്ല ബോൾസ് ആയിട്ട് കിട്ടിയിട്ടോ. അപ്പോൾ ഒക്കെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതൊക്കെ ഒന്ന് കാസറോളിലാക്കി വെക്കാം. ഇനി രാത്രിയല്ലേ നമ്മൾ കഴിക്കുള്ളൂ. പിന്നെ കുറച്ച് ചോറും ഉണ്ട്. ചോറ് പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ വെക്കണതുകൊണ്ടേ പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് ചോറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാലും തണുത്തത് കൊടുക്കണ്ട മക്കൾക്ക്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചേ വെക്കലുള്ളൂ രാവിലെ. അപ്പോൾ ഓൽക്ക് വൈകുന്നേരം ചപ്പാത്തി ആയാലും കുഴപ്പമൊന്നുമില്ല, കറി ഉണ്ടായാൽ മതി. എന്തെങ്കിലും നല്ല കറിയാണെങ്കിൽ ഓല് കഴിക്കും. എനിക്കാണ് പിന്നെയും ചപ്പാത്തി കഴിച്ചാൽ വയറ് നിറയാത്ത പോലെ തോന്നും. ഒരു നുള്ളു ചോറയിലും കഴിക്കണം കേട്ടോ. അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. ചിലപ്പോൾ പറയും ഞാൻ രാത്രി ചോറ് കഴിക്കൂല, ഞാൻ ചപ്പാത്തി കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് ചപ്പാത്തി കുട്ടികൾക്കും കൊടുക്കും, ചോറ് ഞാനും കഴിക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ സ്വഭാവം. അപ്പോൾ എന്തായാലും ചപ്പാത്തിയൊക്കെ ചുട്ട് ഞാനിതാ കാസറോളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ചിക്കൻ കറി തേങ്ങ വറുത്ത് കരച്ച് കൊണ്ടുവന്നീനി, അതുമായിട്ട് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി അത് തൂമിച്ചെടുക്കുകയൊന്നും ചെയ്യണില്ല കേട്ടോ. ഇതിൽ നമ്മൾ നേരത്തെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തീനല്ലോ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചപ്പോൾ. അപ്പോൾ വെളിച്ചെണ്ണ ഇപ്പോൾ വല്ലാതെ ഉപയോഗിക്കണില്ല, കുറേശ്ശെ തന്നെ ചേർക്കണുള്ളൂ. പിന്നെ ഈ കറിയിലുള്ള നെയ്യൊക്കെ ഉണ്ട്, മേലെ കണ്ടില്ല ഇങ്ങനെ പാകി നിൽക്കണം. അപ്പം ഇനി വേറെ വെളിച്ചെണ്ണ ഒഴിച്ച് തൂമിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് പച്ചക്കറി വേപ്പിൻ്റെ ഇല മേലേക്കാണ് ഇട്ട് കൊടുക്കുക, ഒന്നിങ്ങോട്ട് തിളച്ച് വന്നതിന് ശേഷം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആസ്വദിച്ച് കുക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ കുറേ വെറൈറ്റി ഫുഡ് ആവണമെന്നൊന്നുമില്ല. നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെ സൂപ്പറായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും വീട്ടുകാർക്ക് എന്ന് വെച്ചാൽ അതേപോലെ ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ ഹെൽപ്പിന് മക്കളെയും കൂട്ടുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. മക്കളെ വീട്ടിലുള്ളവരൊക്കെ കേട്ടോ, ഹസ്ബൻഡുമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഓലെയൊക്കെ കൂട്ടുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മടുപ്പേക്കാരം ചിലർക്ക് കേട്ടോ. എനിക്കില്ല, എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു മടുപ്പും ഉണ്ടാവില്ല. ടൈമില്ലെങ്കിൽ ഒരു ദേഷ്യം വരും, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ.